ഇറാന് നേരെ കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ CNBC-ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിന്റെ ഭാവി നിലപാട് അദ്ദേഹം ഇവിടെ എടുത്തു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. എന്നാൽ ട്രംപ് ആകട്ടെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന തരത്തിലാണ് ഓരോ തവണയും പ്രസ്താവനകൾ നടത്തുന്നത്. തുടർച്ചയായ വ്യോമാക്രമണങ്ങളിലൂടെയും മറ്റ് സുരക്ഷാ നടപടികളിലൂടെയും ഇറാന്റെ ഭരണകൂടത്തെയും സൈനിക ശേഷിയെയും വലിയ തോതിൽ തളർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും നെതന്യാഹു വെളിപ്പെടുത്തി. തന്ത്രപരമായ ചില സുപ്രധാന വിഷയങ്ങളിൽ അമേരിക്കയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചർച്ചകളിലൂടെ ഒന്നിച്ച് അതിനെല്ലാം തന്നെ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കാറുണ്ട് എന്നും മാത്രമല്ല, ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ബോംബെറിഞ്ഞുകൊണ്ട് തകർക്കുമെന്ന നെതന്യാഹുവിന്റെ ഭീഷണിക്കെതിരെ ട്രംപ് ഫോണിലൂടെ തന്നെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ വിശദീകരണം പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം വരും ദിവസങ്ങളിൽ കടുക്കുമെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന നൽകുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെയുള്ള ഇസ്രായേലിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന ഉത്കണ്ഠയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്.